ഹോട്ട് പോട്ടും ഗ്രില്ലും ഒക്കെ ആയിട്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ ലിറ്റിൽ ലാമ്പ്. എല്ലാ ടേബിളിലും ഗ്രില്ല് ചെയ്യാനുള്ള ഒരു പാത്രവും പിന്നെ അതുപോലെ തന്നെ ഹോട്ട് പോട്ട് വെക്കാനുള്ള ഒരു സ്റ്റാൻഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തന്നെ അവർ നമുക്ക് ബൗളും സ്പൂണും പിന്നെ ചോപ്പ് സ്റ്റിക്കും തന്നു. ചോപ്പ് സ്റ്റിക്ക് സെപ്പറേറ്റ് പാക്കിലാണ് വന്നത്. അപ്പോൾ അത് ഓൾറെഡി ചോപ്പ് സ്റ്റിക്ക് എനിക്കൊന്ന് മുകളിൽ ജോയിൻ്റ് ആയിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിക്കാൻ ഈസിയാണ്. അത് കഴിഞ്ഞ് ഫുഡ് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോഴാണ് അവർ പറയുന്നത് നമ്മൾ താഴെ പോയി നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഒരു ബൗളിലോ, അതായത് പാത്രമുണ്ട്, അവിടെ പാത്രം വെച്ചിട്ടുണ്ട്, ആ പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് മുകളിൽ കൊണ്ടുവന്ന് വന്നിട്ട് ഈ ഹോട്ട് പോട്ടിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് നമ്മൾ തന്നെ സെൽഫ് കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങി. താഴോട്ടാണെങ്കിൽ വിശാലമായ ലോകം പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് അപ്പുറം സൈഡ് വരെ പല പല ഐറ്റംസ് അവരങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായുള്ളായിരുന്നു. മഷ്റൂം, അതുപോലെ തന്നെ ബീഫ്, ചിക്കൻ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ആശ്ലിയും അതുപോലെ തന്നെ അപ്പുറ സൈഡിൽ നിന്നും കുട്ടനും വേണ്ട സാധനങ്ങളൊക്കെ പെറുക്കി എടുത്തു. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓവറായിട്ട് സാധനങ്ങൾ എടുത്ത് കഴിക്കാണ്ട് അത് അവിടെ വെച്ചിട്ട് പോയാൽ അവർ നമ്മളോട് എക്സ്ട്രാ ചാർജസ് മേടിക്കും. അതായത് 69 ദിർഹം അങ്ങനെ എന്തോ എക്സ്ട്രാ പേയ്മെൻറ്റ് അവർ മേടിക്കും. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഇതൊന്നും പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. അവിടുന്ന് കഴിച്ച് നമുക്ക് ബില്ല് പേ ചെയ്ത് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സോസ് മേക്കിംഗ് ആണ്. അപ്പോൾ അവിടെ പല വെറൈറ്റി സോസസ് അവിടെ അവർ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലെടുക്കാം. അപ്പം ഞങ്ങളൊരു 3 ബൗളിൽ സോസും കൂടെ ആക്കി കൊണ്ടുപോയി. ഇതിൻ്റെ ഒന്നും ടേസ്റ്റോ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ലാണ്ടാണ് കേട്ടോ പോയത്. അപ്പോൾ എല്ലാ സോസിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ പേര് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേര് നോക്കിയിട്ട് നമുക്ക് വേണ്ടത് എടുക്കാം. അങ്ങനെ ഞാനപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞങ്ങളൊരു 3 ബൗൾ സോസും കൂടെ എടുത്തു. അതുമായിട്ട് ഞങ്ങൾ മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഹോട്ട് പോട്ട് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതായത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയായിരുന്നു. ഇതിൽ 2 ടൈപ്പ് ബ്രോത്താണുള്ളത്. ഒന്ന് സ്പൈസിയും പിന്നെ ഒന്ന് നോർമലും. അപ്പോൾ ഈ ഹോട്ട് പോട്ടിലിടാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇത് ഏകദേശം കുക്കായി വരെ ഒരു 15 മിനിറ്റൊക്കെയാണ് കേട്ടോ അവർ സമയം പറഞ്ഞു. 10 to 15 മിനിറ്റ്സ് എടുക്കുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ സമയം നമുക്ക് കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു, പിന്നെ അത് കൂടാണ്ട് വരുന്നത് അതായത് കുറച്ച് ഫിഷിൻ്റെ വെറൈറ്റി, ബീഫിൻ്റെ വെറൈറ്റി, അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് ഐറ്റംസ് അവരവിടെ ഓൾറെഡി സെർവ് ചെയ്ത് വെച്ചിട്ടായിരുന്നു. പിന്നെ കുറച്ച് സാലഡ്, പിന്നെ ജ്യൂസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സാധനം കുക്കാവും, നമ്മളിപ്പം ഓൾറെഡി മുകളിൽ കൊണ്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുക്കാവുന്നത് വരെ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് തവ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന മീറ്റും, അതായത് മീറ്റ് സ്ലൈസസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തവ ഫ്രൈയിൽ മീറ്റ് സ്ലൈസസ് അവിടെ കുക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ട് പോട്ടിൽ വെജിറ്റബിൾസും ഫിഷും ചിക്കനും അങ്ങനെയുള്ള സാധനങ്ങളും കുക്കാവുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ നൂഡിൽസും ഫ്രൈഡ് റൈസും പിന്നെ കുക്കായ തവയിൽ കുക്കാക്കിയ മീറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ കഴിച്ചു. വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ സെൽഫ് കുക്ക് ചെയ്തൊക്കെ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ പോകാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം റീസണബിളുമാണ് പ്രൈസ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കിയിട്ട് എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യൂ. ബൈ.